ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ബ്ലോക്ക് നമ്പർ 1 ആണ്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലോക്ക് നമ്പർ 1ലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലോക്ക് നമ്പർ 1ൽ നിന്നും 6ഓളം മേജർ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി ഇതിന് ശേഷം വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGC 102ലെ പ്രധാനപ്പെട്ട 6 ടോപ്പിക്കുകളായിരിക്കും. അപ്പം അതിൽ ഫസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഔട്ട്ലൈൻ ഓഫ് ഹോമേഴ്സ് ദി ഇലിയഡ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് വർക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും എസ്പെഷ്യലി BEGC 102നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് വർക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഔട്ട്ലൈൻ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു ഇലിയഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഔട്ട്ലൈൻ. അപ്പം നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ്, അപ്പം നമുക്കറിയാം ഇത് ഹോമേഴ്സ് ഇലിയഡ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് 24 ബുക്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം പിന്നെ ഈ ഒരു എപ്പിക് അല്ലെ, നമുക്കറിയാം ഇലിയഡ് എന്ന് പറയുന്ന ഒരു എപ്പിക് പോയമാണ്. 24 ബുക്സുകളായിട്ടാണ് ഈ ഒരു എപ്പിക് പോയം വന്നിട്ടുള്ളത്. അതും ഈ ഒരു പോം ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി ട്രോജൻ വാർ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പം നോക്കാം, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. The Iliad is an ancient Greek epic poem written by Homer and it is one of the greatest works of world literature. The poem is set during the Trojan War, legendary war between അല്ലെ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു പോയം സെറ്റ് ചെയ്തിട്ടുള്ളത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ട്രോജൻ വാർ. ഈ ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ വാർ ദാറ്റ് ഫോർട്ട് ബിറ്റ്വീൻ ഗ്രീക്സ് ആൻഡ് ട്രോജൻ. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ട്രോജൻ വാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ട്രോജൻ വാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ ഗ്രീക്സ് ആൻഡ് ട്രോജൻ. ട്രോജൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ആൻഷ്യന്റ് ഗ്രീക്ക് സിറ്റിയിലുള്ള ആളുകളെയാണ് അല്ലെ. ആ ഒരു സിറ്റിയുടെ പേരാണ് ട്രോയ് അല്ലെ. അപ്പം അത് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മോഡേൺ കാലഘട്ടത്തിൽ ടർക്കി അല്ലെ, തുർക്കിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ്. ഇത് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ല എന്നൊക്കെ ആളുകൾ ഡിഫറെന്റ് സ്കോളേഴ്സ് ഡിഫറെന്റ് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ദർ ആർ സം ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ആസ് വെൽ. ഓക്കെ, അപ്പം ഈ ഒരു വാർ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹോമർ ഇലിയഡ് എഴുതിയിട്ടുള്ളത്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത, ഈ ഒരു ട്രോജൻ വാറിന്റെ എൻറ്റയർ സ്റ്റോറി ഒരിക്കലും തന്നെ ഹോമർ അദ്ദേഹത്തിന്റെ ഈ ഒരു എപ്പിക്കിലൂടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഫൈനൽ ഇയർ അല്ലെ, ലാസ്റ്റ് ഇയർ മാത്രമാണ്, ലാസ്റ്റ് ഇയർ വാട്ട് വാസ് ഹാപ്പൻഡ് എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെ ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ട്രോജൻ വാറിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ വാർ ദാറ്റ് ഹാപ്പൻഡ് ഫോർ 10 years അല്ലെ. 10 years കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള വാറാണ് ഈ പറയുന്ന ട്രോജൻ വാർ. അതും ഈ ഒരു ട്രോജൻ വാർ നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എ വുമൺ അല്ലെ, ഹെലൻ അല്ലെ. ഹെലനെ നമ്മൾ സാധാരണ പേഴ്സോണിഫൈ ചെയ്യാറുള്ളത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദി വേൾഡ് അല്ലെ. അപ്പം ഈ ഒരു ട്രോയ് അല്ലെ, ട്രോജൻസ് ആരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്? ഹെലനെ കിഡ്നാപ്പ് ചെയ്ത് ഗ്രീക്കിൽ നിന്നും കൊണ്ടുവരുന്നതാണ് അല്ലെ. അപ്പം ആ ഒരു ഹെലനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രോജൻ വാർ നടന്നിട്ടുള്ളത്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ഇതിൻ്റെ സ്റ്റോറി എന്താണ്, എക്സിക്യൂട്ടീവ് സമ്മറി എന്താണ്, സ്റ്റോറി എന്താണ്, പ്രധാനമായിട്ട് നടന്ന ആക്ഷനുകൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പം ഈ ഒരു എപ്പിക് അല്ലെ, മഹാകാവ്യമാണ്. 24 ബുക്സിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാറൽ ബിറ്റ്വീൻ അക്ലിസ് ആൻഡ് അഗംനൻ. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം ഈ ഒരു എപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാറലാണ്, ഫൈറ്റ് ആണ് ബിറ്റ്വീൻ അക്ലിസ് ആൻഡ് അഗംനൻ അല്ലെ. എന്താണ് അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാറൽ, വാക്തർക്കം വരാനുള്ള കാരണം എന്താ നോക്കി നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, അഗംനൻ വാസ് എ ഗ്രീക്ക് ആർമി ലീഡർ അല്ലെ. അപ്പം ഇദ്ദേഹമാണ് ഇതൊരു ഗ്രീക്ക് ആർമിയുടെ ലീഡർ ആയിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും അക്ലീസിന്റെ പാർട്ട് അല്ലെങ്കിൽ അക്ലീസിന്റെ ഭാഗമായിട്ട് തന്നെ അക്ലീസ് ഗ്രീക്കിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അഗംനൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ആർമി ലീഡർ ആയിരുന്നു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ടേക്സ് എ ട്രോജൻ ഗേൾ നെയ്മഡ് ക്രൈസിസ് ആസ് എ വാർ പ്രൈസ് അല്ലെ. വാർ ഫൈറ്റിന്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പ്രൈസിന്റെ ഭാഗമായിട്ട്, വാർ ടാക്ടീസിന്റെ ഭാഗമായിട്ട് ക്രൈസിസ് എന്ന് പറയുന്ന ആ ഒരു ഗേളിനെ അഗംനൻ എന്ത് ചെയ്യുന്നുണ്ട്,
പിന്നെ എടുത്തുകൊണ്ട് വരുന്നത് അല്ലെ. അപ്പം ഈ ക്രൈസിസ് എന്ന് പറയുന്ന ഈ ഒരു ഗേൾ അല്ലെ, ഗേളിന്റെ ഫാദർ ആയിരുന്നു, ഹർ ഫാദർ എ പ്രീസ്റ്റ് ഓഫ് അപ്പോളോ അല്ലെ. അപ്പോളോ എന്ന് പറയുന്ന ഗോഡ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രീക്ക് മൈത്തോളജിയിൽ ഗോഡിനും ഗോഡസിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് അല്ലെ. ഗ്രീക്ക് മൈത്തോളജി മെജോറിറ്റി സ്റ്റോറീസിലും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആയിട്ടുള്ള ഗോഡ്, സെമി ഗോഡുകളൊക്കെ, ഏഞ്ചൽസിന്റെ ഒക്കെ പ്രസൻസ് നമ്മൾ കാണാൻ സാധിക്കും അല്ലെ. അത്തരത്തിലൊരു ഗോഡായിരുന്നു അപ്പോളോ അല്ലെ. അപ്പം ഇവിടെ നമ്മൾ ക്രൈസിസിന്റെ ഫാദർ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ഓഫ് അപ്പോളോ അല്ലെ. അപ്പോളോ ഗോഡിന്റെ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അപ്പം ഈ ഫാദർ ഈ അപ്പോളോയോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആസ്ക് ഫോർ ഹർ റിട്ടേൺ, ബട്ട് അഗംനൻ റെഫ്യൂസസ്. ആസ് എ റിസൾട്ട് അപ്പോളോ സെൻസ് എ പ്ലാഗ് അപ്പോൺ ദി ഗ്രീക്ക് ക്യാമ്പ് അല്ലെ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തില്ല, അഗംനൻ ഒരിക്കലും തന്നെ ഈ ഒരു ഇവളുടെ ഫാദറിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻ, അപ്പോളോ സെൻസ് എ പ്ലാഗ് അപ്പോൺ ദി ഗ്രീക്ക് ക്യാമ്പ് അല്ലെ. അപ്പം ഗ്രീക്കിലെ ആളുകളിലേക്ക് അവരുടെ ഇടയിലേക്ക് പ്ലാഗിനെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, ടു സ്റ്റോപ്പ് ദ പ്ലേഗ് അഗംനൻ അഗ്രീഡ് ടു റിട്ടേൺ ക്രൈസിസ് ബട്ട് ഡിമാൻഡ്സ് അനദർ പ്രൈസ്, ബ്രൈസിസ് ഹു വാസ് ബിലവഡ് ഓഫ് എക്ലീസ് അല്ലെ. ഇങ്ങനെ അഗംനൻ വില്ലിങ് ആവുകയാണ് എന്തിനു വേണ്ടി, നേരത്തെ പറഞ്ഞ ക്രൈസിസിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വില്ലിങ് ആവുകയാണ്. ബട്ട് ഹി പുട്ട് ഫോർവേഡ് അനദർ ഡിമാൻഡ് അല്ലെ. മറ്റൊരു ഡിമാൻഡ് വെക്കുകയാണ്, ആരെ, ക്രൈസിസിനെ തിരിച്ചു കൊടുക്കാം, പക്ഷേ ബ്രൈസിസ് എന്ന് പറയുന്ന അനദർ വുമനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുക്കണം. ബട്ട് ഈ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഗേൾ വാസ് എ ബിലവഡ് ഓഫ് എക്ലീസ് അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും അഗംനനും അതുപോലെ തന്നെ എക്ലീസും സെയിം ക്യാമ്പ് പെട്ട ആളാണ്, ഗ്രീക്ക് ക്യാമ്പ് പെട്ട ആളാണ്. പക്ഷേ അഗംനൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ള, സെക്കൻഡ് ടൈം ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഗേൾ വാസ് എ ബിലവഡ് ഓഫ് അക്ലീസ് അല്ലെ. അതോടുകൂടി ഇതിന്റെ ഒരു ഡയറക്ഷൻ മാറുകയാണ്. അക്ലീസ് ഈസ് ഫ്യൂരിയസ് അറ്റ് ദിസ് ഇൻസൾട്ട് ആൻഡ് വിത്ഡ്രോസ് ഫ്രം ദ വോർ, റിഫ്യൂസിംഗ് ടു ഫൈറ്റ് ഫോർ ദി ഗ്രീക്ക് എനി ലോങ്. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇത് ഇൻസൾട്ട് ചെയ്ത പോലെയാണ് അക്ലീസിന് ഫീൽ ചെയ്തിട്ടുള്ളത്. അക്ലീസ് എന്ത് ചെയ്യാണ്, വിത്ഡ്രോ ചെയ്യാണ് ഫ്രം ദി വാർ അല്ലെ. അപ്പൊ അദ്ദേഹം ഒരിക്കലും തന്നെ ഗ്രീക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് വിത്ഡ്രോ ചെയ്യുന്നു. ഹി ഓൾസോ ആസ്ക്ഡ് ഹിസ് മദർ ദ സീ ഗോഡസ് തെറ്റിസ് അല്ലെ. അങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അക്ലീസ് ആരുടെ ഹെൽപ്പ് ചോദിക്കുകയാണ്, ഹി ഓൾസോ ആസ്ക് ഹിസ് മദർ അല്ലെ, സീ ഗോഡസ് തെറ്റിസ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗോഡും ഗോഡസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഗ്രീക്ക് മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹം അക്ലീസ് നേരെ റിക്വസ്റ്റ് ഹെൽപ്പ് ചോദിക്കുകയാണ് സീ ഗോഡസ് ആയിട്ടുള്ള തെറ്റിസിനോട് അല്ലെ. മേക്ക് ദ ഗ്രീക്ക് സഫർ ഇൻ ബാറ്റിൽ സോ ദേ വിൽ റിഗ്രറ്റ് ഇൻസൾട്ടിങ് ഹിം. അപ്പം ഈ വാറിൽ നമുക്ക് കാണാൻ സാധിക്കും, വാർ ബിറ്റ്വീൻ ദ ട്രോജൻ ആൻഡ് ഗ്രീക്സ് അല്ലെ. അപ്പൊ ആ ഒരു ഗ്രീക്കിന് വാറിൽ എന്ത് ചെയ്യാൻ വേണ്ടി, ഒരു സെറ്റ് ബാക്ക് ലഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതുവഴി എക്ലീസ് അല്ലെ അദ്ദേഹത്തിനെ പിണക്കി വിട്ടതിൽ, അവർ ഇൻസൾട്ട് ചെയ്തതിനൊരു ഒരു തിരിച്ചടി എന്ന പോലെ സെറ്റ് ബാക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം മദറായിട്ടുള്ള സീ ഗോഡസ് ആയിട്ടുള്ള തെറ്റിസിനോട് ആവശ്യപ്പെടുകയാണ് അല്ലെ. അതിനുശേഷം രണ്ടാമത്തെ ആക്ഷൻ ആണ് ട്രോജൻ ഗെയിൻ ദി അപ്പർ ഹാൻഡ് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടു ട്രോജനും അതുപോലെ തന്നെ ഗ്രീക്സും തമ്മിലാണ് ട്രോജൻ വാർ നടക്കുന്നത് അല്ലെ. അപ്പം ഇതോടുകൂടി വാട്ട് ഹാപ്പൻ, ആര് വിഡ്രോ ചെയ്തു, എക്ലീസ്. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻ, ട്രോജൻസ് ഗെയിൻ അപ്പർ ഹാൻഡ്. ആ ഒരു വാറിൽ ഒരു അപ്പർ ഹാൻഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ നോക്കി നിങ്ങൾ, വിത്ത് എക്ലീസ് ഗോൺ ദ ഗ്രീക്ക് ആർമി ബിക്കംസ് വീക്കർ. ദ ട്രോജൻ ലെഡ് ബൈ ഹെക്ടർ. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഹെക്ടർ, ഹു വാസ് ദി ലീഡർ ഓഫ് ട്രോജൻസ് അല്ലെ. ദ നോബിൾ ആൻഡ് ബ്രേവ് സൺ ഓഫ് കിങ് പ്രിയാം. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഹി വാസ് എ സൺ ഓഫ് കിങ് പ്രിയാം. കിങ് പ്രിയാമിനും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളാം. ബിഗിൻ ടു വിൻ മെനി ബാറ്റിൽസ് അല്ലെ. അപ്പൊ അതോടുകൂടി എക്ലീസ് ആണ് ഗ്രേറ്റ് വാരിയർ ആണ്. നമുക്ക് കാണാൻ സാധിക്കും എക്ലീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ട്രോജൻ വാറിൽ പങ്കെടുത്തിട്ടുള്ള ഗ്രേറ്റ് വാരിയേഴ്സ് പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന എക്ലീസ് എന്ന് പറയുന്നത്. എക്ലീസിന്റെ ആ ഒരു തിരിച്ചുപോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും ഗ്രീക്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആർമിയെ എന്ത് ചെയ്തിട്ടുണ്ട്, വീക്കൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ പറഞ്ഞു ഈ ട്രോജൻസ് എന്ത് ചെയ്യാൻ ഒരു അപ്പർ ഹാൻഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. The Greeks tried to get Achilles to return by offering gift, but he refuses out of pride and anger. എത്രത്തോളം ആംഗ്രി ഉണ്ടായിരുന്നു ആരോട്, നമുക്ക് കാണാൻ സാധിക്കും ഗ്രീക്സിനോടും. പിന്നെ അതുപോലെ തന്നെ അഗംനൻ അല്ലെ, ഹീസ് ദി ലീഡർ ഓഫ് ഗ്രീക്ക് ആർമി അല്ലെ. അദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്തു. ബട്ട് ആര് റിഫ്യൂസ് ചെയ്യാണ്, അക്ലീസ് റിഫ്യൂസ് ചെയ്യാണ് അല്ലെ. പിന്നീടാണ് മറ്റൊരു ആക്ഷൻ, ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഡെത്ത് ഓഫ് നോട്ട് ചെയ്ത് വെച്ചോളാം, പെട്രോക്ലസ് ഡെത്ത്
ഓക്കെ, മറ്റൊന്നാണ് ഡെത്ത് ഓഫ് പെട്രോക്ലസ്. Achilles' closest friend and companion, Patroclus deeply concerned about the Greek. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പെട്രോക്ലസ് എന്ന് പറയുന്നത് ഈസ് അനദർ ക്യാരക്ടർ ഹു വാസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് എക്ലിസ് ആൻഡ് കമ്പേനിയൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും ഹി ഹാസ് എ ക്ലോസ് കൺസേൺ ടുവേർഡ്സ് ഗ്രീക്സ് അല്ലെ. ഗ്രീക്കിനോട് കൂടുതൽ കൺസേൺ ഉള്ള ആളായിരുന്നു ഈ പറയുന്ന പെട്രോക്ലസ് എന്ന് പറയുന്ന ആരുടെ ഫ്രണ്ട്, എക്ലിസിന്റെ ഫ്രണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഹി പുട്ട് ഓൺ എക്ലിസ് ആർമർ ആൻഡ് ഗോസ് into battle to help the Greeks and pretending to be Achilles. അങ്ങനെ ഇദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യാണ് എങ്ങനെ അക്ലീസ് ആയതുകൊണ്ട്, എങ്ങനെ ബൈ വിയറിംഗ് ദി ആർമർ ഓഫ് അക്ലീസ്. അക്ലീസിന്റെ ഡ്രസ്സും ആർമർ വെപ്പൺസും ഒക്കെ ധരിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ബാറ്റിൽ ഫീൽഡിലേക്ക് പോവാണ്. ബട്ട് ഹി ഈസ് ഹാവിങ് സച്ച് എ ക്ലോസ് ഇമോഷണൽ connection with Greeks. Okay, Patroclus fight bravely but eventually killed by the Hector. This is the turning point in the story. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹെക്ടർ ആരെ കൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ലീസിന്റെ ഫ്രണ്ടായിട്ട് വരുന്ന പെട്രോക്ലസിനെ കൊല ചെയ്യാണ് അല്ലെ. അപ്പം ഇത് ആരെ മാനസികമായിട്ട് തകർത്തുകയാണ് നമുക്ക് കാണാൻ സാധിക്കും, അക്ലീസിനെ മാനസികമായിട്ട് തളർത്തുകയാണ്. കാരണം പെട്രോക്ലസ് ഈസ് ദി ക്ലോസ് ഫ്രണ്ട് ഓഫ് Achilles. ഇങ്ങനെ പിന്നീട് അടുത്തൊരു ഇൻസിഡന്റ് ആണ് അക്ലീസ് റിട്ടേൺ ടു ബാറ്റിൽ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പെട്രോക്ലസ് ആര് തിരിച്ചു വരുന്നു, അക്ലീസ് തിരിച്ചെത്തുകയാണ്. വെൻ ദ അക്ലീസ് hears Patroclus' death, he is filled with sorrow and rage. He decided to return to battle to take revenge. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാവുന്നതും അപ്പുറത്തായിരുന്നു ആരുടെ ഡെത്ത് ഓഫ് പെട്രോക്ലസ് അല്ലെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡിസൈഡഡ് ടു come back to battle. His mother Thetis gave him new set of divine armor made by the god Hephaestus എന്ന് പറയുന്ന ഗോഡ് ആയിട്ടുള്ള അവർ എന്ത് കൊടുക്കുന്നു, യെസ് ഓക്കെ. അപ്പം അക്ലീസിന് സ്വന്തം മദർ തെറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ഗോഡസ് ആണ്, അവരൊരു ന്യൂ സെറ്റ് ഓഫ് ഡിവൈൻ ആർമർ അല്ലെ. അപ്പം യുദ്ധത്തിൽ ധരിക്കാനുള്ള ഡ്രസ്സും സിസ്റ്റങ്ങളൊക്കെ ആര് കൊടുക്കുകയാണ്, ഒരു സ്പെഷ്യൽ ഡിവൈൻ പവർ, ഡിവിനിറ്റി ഉള്ള ഒരു പവറുള്ള ആർമർ ഓഫർ ചെയ്യാണ്. എന്നിട്ടോ നിങ്ങൾ നോക്ക്, നിങ്ങൾ അക്ലീസ് enters the battlefield and kills many Trojan. In the fierce one-on-one fight, he finally kills Hector. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ബാറ്റിൽ ഫീൽഡിലേക്ക് ആരിറങ്ങുന്നു, അക്ലീസ് വരുന്നു. അതുപോലെ തന്നെ ഹി കിൽസ് മെനി ട്രോജൻ വാരിയേഴ്സ്, സോൾജേഴ്സ് അല്ലെ. അതുപോലെ തന്നെ there was a direct 1-to-1 fight between the Hector and അക്ലീസ് അല്ലെ. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ എന്താ സംഭവിക്കുക നോക്ക് നിങ്ങൾ, ആര് കൊല ചെയ്യപ്പെടുകയാണ്, ഹെക്ടറിനെ അക്ലീസ് കൊല്ലുകയാണ് ചെയ്യുന്നത്. Then in a cruel act of revenge, he ties Hector's body to his chariot and drag it around the walls of Troy, which shocks even the gods അല്ലെ. അപ്പം കാരണം ഇദ്ദേഹത്തിന്റെ പെട്രോക്ലസ് എന്ന് പറയുന്ന ക്ലോസ് ഫ്രണ്ടിനാണ് കൊന്നിട്ടുള്ളത്. അതിന്റെ റിവെഞ്ച് ആണ് ആരെടുക്കുന്നത്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹെക്ടറിനോട് എടുക്കുന്നത്. അങ്ങനെ ഹെക്ടറിനെ എല്ലാം കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ത്രൂ ഔട്ട് ട്രോയ് അല്ലെ, ട്രോയ് സിറ്റിയിലൂടെ അദ്ദേഹം എന്തുണ്ട്, ഈ ഒരു ഇദ്ദേഹത്തിന്റെ ബോഡിയെ ചാരിറ്റിന്റെ മുകളിൽ കെട്ടി വലിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നോക്കാം നമ്മൾ അവസാനത്തെ ഒരു ഇൻസിഡന്റ് ആണ് കിങ് പ്രിയാംസ് പ്ലേ അല്ലെ. ഇവിടെ കിങ് പ്രിയാം ആരാം നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ടച്ചിങ് മൊമെന്റ് ഓഫ് ദി പോം, കിങ് പ്രിയാം ഹെക്ടേഴ്സ് ഫാദർ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഹെക്ടേഴ്സിനാണ് ഇദ്ദേഹം കൊന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാദറുടെ എൻട്രി ആണ്. പിന്നീട് അദ്ദേഹം എന്തുണ്ട് നോക്ക് നിങ്ങൾ, ഹെക്ടേഴ്സ് ഫാദർ സീക്രട്ട്ലി എൻറ്റേഴ്സ് ദ ഗ്രീക്ക് ക്യാമ്പ് ആൻഡ് ബെഗ് അക്ലീസ് ടു റിട്ടേൺ ദ ബോഡി ഓഫ് ഹിസ് സൺ അല്ലെ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ബെഗ് ചെയ്യുന്നുണ്ട് എന്തിന്, ടു റിട്ടേൺ ദി ബോഡി ഓഫ് ഹിസ് സൺ ഹെക്ടർ. ഹെക്ടറിന്റെ ബോഡി തിരിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കാല് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നോക്കി നിങ്ങൾ, ഹി അപ്പീൽസ് ടു അക്ലീസ് സെൻസ് ഓഫ് പിറ്റി ആൻഡ് റിമൈൻഡ്സ് ഹിം ഓഫ് ഹിസ് ഓൺ ഫാദർ അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്ലീ, അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് ഇദ്ദേഹത്തിന്റെ മനസ്സലിയിക്കുകയാണ്, ഇദ്ദേഹത്തിനെ ടച്ച് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിനോട് പിറ്റിയും. അത് മാത്രമല്ല
എക്ലീസിന് സ്വന്തം ഫാദറിനെ ഓർമ്മ വരികയാണ്, ആരുടെ, ഹെക്ടറിന്റെ ഫാദറിനെ കാണുന്ന സമയത്ത്. എന്നിട്ടോ നോക്ക് നിങ്ങൾ, എക്ലീസ് ഈസ് ഡീപ്ലി മൂവ് ബൈ ദ പ്രിയാംസ് ഗ്രീഫ്, ഹി ഫൈനലി ലെറ്റ്സ് go of his anger, return Hector's body and allow the Trojan time to mourn and hold funeral. അപ്പം അതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ ബോഡി തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഹെക്ടറുടെ ഈ ബറിയൽ സെറിമണിയോട് കൂടിയിട്ട്, അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങോട് കൂടിയിട്ട് ഈ ഒരു പോയം ക്ലോസ് ചെയ്യുന്നതുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ദി ഇലിയഡ് എൻഡ് വിത്ത് ദ ഫ്യൂണറൽ ഓഫ് ഹെക്ടർ, ഇറ്റ് ഡസൻറ്റ് ഡിസ്ക്രൈബ് ദ ഫോൾ ഓഫ് ട്രോയ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അവസാനം ഈ ഒരു ട്രോജൻ വാറിന്റെ എൻഡിൽ ആര് വിജയിക്കുന്നുണ്ട്? പിന്നെ ഗ്രീക്സ് വിജയിക്കുന്നുണ്ട്. പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി പോയം. ഈ പോയം എൻഡ് ചെയ്യുന്നത് എന്തോട് കൂടിയിട്ടാണ്? വിത്ത് ദ ഫ്യൂണറൽ ഓഫ് ദി ഹെക്ടർ. അതുപോലെ തന്നെ ദ പോയം ക്ലോസ് ഓൺ ദ നോട്ട് of sorrow, humanity, reflection, showing both the glory and the tragedy of war. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, war ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ആങ്കർ ആണെങ്കിലും പിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ പോം എൻഡ് ചെയ്യുന്നത് സോറോ, ഹ്യൂമാനിറ്റി, റിഫ്ലക്ഷൻ അല്ലെ, അപ്പം പിന്നെ പിറ്റി, ഇതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോറിന്റെ ഡിസ്ട്രക്ഷനും അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത്, ഇതിൽ പിന്നെ എൻഡ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. മെയിൻ തീംസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.